പ്രിയമുള്ളവരെ, വചനജ്വാല 1176 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 19 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം 19 അധ്യായം 16 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല. ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി. കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു. ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു. എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു. ജീവൻ പോയിട്ടില്ല എന്നേയുള്ളൂ. എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ദൈവത്തെപ്പോലെ നിങ്ങളും എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത്? എൻ്റെ മാംസം കൊണ്ടും നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത്? എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തക രൂപത്തിൽ രൂപപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. എൻ്റെ ഹൃദയം തളരുന്നു. നാം എങ്ങനെ അവനെ അനുധാവനം ചെയ്യും? അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാളിനെ ഭയപ്പെടുക. ക്രോധം വാൾ അയക്കും. അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റാഫേൽ കലിനോസ്കിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. AD 1835 ജനിച്ച ജോസഫ് ആയിരുന്നു സന്യാസ സഭയിൽ ചേരുന്നതിന് മുമ്പ് പേര്. വിൽനയിൽ പോളിഷ് പ്രഭു കുടുംബത്തിലാണ് ജനനം. വിൽസിലെ സ്കൂളിൽ പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു പിതാവെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലായിരുന്നു. 17-ാം വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പഠനകാലത്തും പാവപ്പെട്ടവരെ സഹായിക്കാനും സ്വന്തം ചിലവിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് പട്ടാളത്തിലെ ക്യാപ്റ്റനായെങ്കിലും ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതോടെ പട്ടാളത്തിൽ നിന്നും രാജിവെച്ച് പോളണ്ടിലേക്ക് പോയി. പോളണ്ടിൽ രാജ്യരക്ഷാമന്ത്രിയായി. ഷെയ്ൻ പട്ടാളം അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. വീട്ടുകാരുടെ അപേക്ഷയും ഇദ്ദേഹത്തിൻ്റെ ജീവിതവും കണക്കിലെടുത്ത് 10 വർഷത്തെ നിർബന്ധ ജോലിക്കായി സൈബീരിയയിലേക്ക് അയച്ചു. അതിശൈത്യത്തിലും പ്രാർത്ഥനയോടെ കഴിഞ്ഞു. 42-ാം വയസ്സിൽ നിഷ്പാദുക കർമ്മല സഭയുടെ നവ സന്യാസ ഭവനത്തിൽ ചേർന്നു. വിശുദ്ധ യൗസേപ്പിൻ്റെ റാഫേൽ എന്ന് പേര് സ്വീകരിച്ചു. 47-ാം വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു. അടുത്ത വർഷം
സുപ്പീരിയറായി. പോളണ്ടിലെ കർമ്മലീത്ത മഠങ്ങൾ സന്ദർശിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ജീവചൈതന്യം പുനർജീവിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥ പാരായണവും സഭാ നിയമങ്ങളുടെ പഠനവും ധ്യാനവുമായിരുന്നു കൂടുതൽ സമയവും. 72 വയസ്സിൽ വാഡോവിച്ചിൻ വെച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിപ്രവാസികളുടെയും കുടിയേറ്റക്കാരുടെയും മുധ്യസ്ഥനായ വിശുദ്ധ റാഫേൽ കലിനോസ്കിയുടെയും ഹാക്കോബോണിലെ വിശുദ്ധ മെക്ടിലിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.